അസ്സലാമലൈക്കും. ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് കട്ട്ലറ്റ് ആണ്. ഇത് എൻ്റെ റെസിപ്പി അല്ല കേട്ടോ, ഇതെൻ്റെ ഉമ്മച്ചി പറഞ്ഞു തന്ന റെസിപ്പിയാണ്. ഇനി നമുക്ക് കട്ട്ലറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം കുറച്ച് ഓയിൽ ഒഴിക്കുക, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഗ്രീൻ ചില്ലി, കറി ലീഫ്, ഓണിയൻ ചോപ്പ് ചെയ്ത്, സോൾട്ട്, പിന്നെ എല്ലാം നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഞാനിവിടെ 2 ഓണിയനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടത് അതിനനുസരിച്ച് ഓണിയൻ എടുക്കാം. ഓണിയനൊക്കെ ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ മസാലകൾ ഇടാം. പെപ്പർ പൗഡർ, ടെർമറിക് പൗഡർ, മീറ്റ് മസാല, ഇതെല്ലാം ഒന്ന് ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഞാനിവിടെ യൂസാക്കിയ ട്യൂണയാണ്, നിങ്ങൾക്ക് ഏത് വേണോ എടുക്കാം. സ്മാഷ് ആക്കിയ പൊട്ടറ്റോയും കൂടെ ഇതിലേക്ക് ആഡാക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കൊറിയാണ്ടർ ലീഫും കൂടെ ഇട്ട് കൊടുക്കാം. കൊറിയാണ്ടർ ലീഫ് ഇട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫാക്കി മാറ്റി വെക്കാം. ഇനി ഇതിനാവശ്യമായ 2 എഗ്ഗ് ബീറ്റാക്കാം. നമ്മൾ തയ്യാറാക്കിയ മിക്സ് ചെറിയ ബോൾസ് ആക്കി കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ എടുക്കാം. പണ്ട് എൻ്റെ ഉമ്മച്ചി കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. എന്ത് റിസ്ക്കുള്ള പരിപാടിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായി, ഇത്ര സിമ്പിളാണെന്ന്. എൻ്റെ അമ്മച്ചി എപ്പോഴും പറയും, എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നെങ്കിൽ അതെല്ലാം ഓക്കെ ആകുമെന്ന്. നമുക്കിതിനെ എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എടുക്കാം. ചൂട് ഓയിൽ ഇതിനെ ഫ്രൈ ആക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ ഞാൻ ഇതിലേക്കൊരു 4 കട്ട്ലറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാം ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, നല്ല ഉണ്ട്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ആക്കുക.